ഇനിയും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കുള്ള മുൻനിര മന്ത്രിമാരുടെ കസേര തെറിക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു വശത്ത് ഒരു സമരത്തെ തെരുവിൽ CJP നേരിട്ടപ്പോൾ സഭയിൽ ഈ പ്രശ്നത്തെ ആളിക്കത്തിച്ചതും പ്രതിപക്ഷത്തെ ഒരുക്കി നിർത്തിയതും കോൺഗ്രസ് എന്ന പാർട്ടിയും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ CJPയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നാണമുണ്ടോ കോൺഗ്രസ് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അവർക്കുള്ള മറുപടിയാണ് പാർലമെന്റിലേക്ക് നോക്കുക എന്നുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഒറ്റ ചോദ്യപേപ്പർ ചോർച്ചയിൽ കുരുങ്ങി രാജിവെച്ചതുപോലെ തന്നെ അടുത്തത് നിതിൻ ഗഡ്കരിയാണ്. മോദി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു മുതിർന്ന നേതാവാണ് RSSന്റെ പൊന്നോമനയായ നിതിൻ ഗഡ്കരി. എഥനോൾ കലർത്തിയ പെട്രോൾ വരുത്തുന്ന വാഹനങ്ങളുടെ കേടുപാടുകളെ കുറിച്ച് പണ്ട് മോദിക്കും BJPക്കും സ്തുതി പാടിയ വ്ളോഗർമാർ ഒക്കെ തന്നെ ഇപ്പോൾ ഈ പെട്രോൾ വിഷയം മുൻനിർത്തി തിരിഞ്ഞുകൊത്തുന്നുണ്ട്. നീറ്റ് വിരുദ്ധ സമരത്തിൻ്റെ വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് E20 ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ കൂട്ടായ്മ സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ടിട്ടുമുണ്ട്. എക്സിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായ ഈ കൂട്ടായ്മയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് 10,000-കണക്കിന് ആളുകളുടെ പിന്തുണയാണ് ലഭിക്കുന്നത്. എഥനോൾ കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നത് ഓരോ ഭാരതീയ പൗരൻ്റെയും അവകാശമാണെന്നാണ് ഇവർ പ്രധാനമായും വാദിക്കുന്നത്. എഥനോൾ കലർത്തിയത് മൂലം വാഹനങ്ങളുടെ എഞ്ചിനുകൾക്കുണ്ടാകുന്ന കേടുപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇവർ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, അടുത്തത് എഥനോൾ ഗഡ്കരി എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമാകുന്നതോടെ പാർലമെന്റിന് പുറത്തും ഈ വിഷയം കത്തുമെന്നുറപ്പാണ്. അടുത്തത് അമിത്ഷയാണ്. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരം കാക്കേണ്ടവൻ പോലീസുകാരനെയും പോലീസ് യൂണിഫോം ഇട്ട സംഘികളെയും നിരത്തിലിറക്കി വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതും പെൺകുട്ടികളോട് പോലും ക്രൂരമായി പെരുമാറിയതുമൊക്കെ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരേ ഒരു ഉത്തരവാദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. ഡൽഹിയിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് നടപ്പിലാക്കിയ ക്രൂരമായ പെല്ലറ്റ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായ്ക്കെതിരെ നീക്കം ശക്തമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ഈ അടിച്ചമർത്തലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ മാപ്പ് പറയണമെന്ന ആവശ്യവും പ്രതിപക്ഷം ശക്തമായി ഉയർത്തുകയാണ്. പോലീസുകാർക്കും RAF ഉദ്യോഗസ്ഥർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൻ്റെ സഭകൾ പ്രക്ഷുബ്ധമാകാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കടന്നാക്രമണം പാർലമെന്റിൽ കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം തയ്യാറായേക്കും. വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തി പരീക്ഷാ തട്ടിപ്പുകാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ നിയമനിർമ്മാണത്തോട് സഹകരിക്കുന്ന നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക. ഇതിനിടെ പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനം ഡിജിറ്റലൈസ് ചെയ്യാനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ സമഗ്രമായ അഴിച്ചുപണി നടത്താനും കേന്ദ്ര സർക്കാർ ഉന്നതാധികാര ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. പ്രമുഖ IT വിദഗ്ധൻ നന്ദൻ നീലേഖനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച 6-അംഗ ടാസ്ക് ഫോഴ്സിൽ മുൻ ISRO ചെയർമാൻ സോമനാഥ്, മുൻ IB ഡയറക്ടർ തപൻ ഡെക്ക, IIT മദ്രാസ് ഡയറക്ടർ കാമക്കോടി ഉൾപ്പെടെയുള്ള പ്രമുഖരും അംഗങ്ങളായി ഉണ്ട്. വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാവുകയും പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകളും എഥനോൾ വിഷയവും വീണ്ടും സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നീക്കം.